ഈ നാളുകളിൽ ഞാൻ എൻ്റെ എന്ന് ചിന്തിച്ച്, എൻ്റെ സുഖം, എൻ്റെ സൗകര്യം എന്ന് ചിന്തിച്ച് മറ്റെന്തിനേയും മറന്ന് ജീവിക്കുവാൻ മനുഷ്യൻ വ്യഗ്രത കാണിക്കുന്ന കാലഘട്ടമാണിത്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നമ്മോടൊപ്പമുള്ളവരെ പറ്റി ചിന്തിക്കുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ ജീവിത പങ്കാളിയെ പറ്റി ചിന്തിക്കുവാൻ കഴിയണം. നമ്മുടെ മാതാപിതാക്കളെ പറ്റി, നമ്മുടെ മക്കളെ പറ്റി, നമ്മുടെ സഹോദരങ്ങളെ പറ്റി ചിന്തിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. അവരുടെ ജീവിത സാഹചര്യങ്ങൾ, അവർ വഹിക്കുന്ന ഭാരങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ പ്രതിസന്ധികളെ പറ്റി ചിന്തിക്കുവാൻ നമുക്ക് കഴിയണം. പലപ്പോഴും നമുക്കതിന് സാധിക്കുന്നില്ല എന്നത് സങ്കടകരമായ അനുഭവമാണ് എന്ന് മനസ്സിലാക്കുക. നമ്മുടെ കുടുംബത്തിന്റെ ഉള്ളിൽ അമ്മയോ ഭാര്യയോ രുചികരമായ ഭക്ഷണം തയ്യാറാക്കി നമുക്ക് നൽകുമ്പോൾ, എൻ്റെ അമ്മ, എൻ്റെ ഭാര്യ ഒത്തിരി മണിക്കൂറുകൾ കഷ്ടപ്പെട്ടിട്ടാണ് ഇത് തയ്യാറാക്കി നൽകിയത് എന്ന് നമ്മളൊക്കെ ചിന്തിക്കാറുണ്ടോ? നന്നായിരിക്കുന്നു എന്ന് പറയുവാൻ തക്കവണ്ണമുള്ള ചിന്തകൾ നമുക്കൊക്കെ ഉണ്ടാകാറുണ്ടോ എന്ന് ആലോചിക്കണം. ഒരു വീട്ടമ്മ ഒരു ദിവസം 13,800 ചുവട് വീട്ടിനകത്ത് വയ്ക്കുന്നു എന്നാണ്. അതായത് ഒരു ദിവസം വീട്ടിന്റെ ഉള്ളിൽ ഒരു അമ്മയോ ഭാര്യയോ ഏകദേശം 10 കിലോമീറ്റർ നടക്കുന്നു എന്നാണ് കണക്കുകൾ പഠിപ്പിക്കുന്നത്. വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്ന ഒരു സ്ത്രീ ഏകദേശം 5 മണിക്കൂറുകളാണ് വീട്ടിന്റെ ഉള്ളിൽ വീട്ടുകാര്യങ്ങൾ നോക്കുവാനായിട്ട് ചിലവഴിക്കുന്നത്. വേതനമില്ലാതെ അധ്വാനിക്കുന്ന അനുഭവം. എന്നിട്ടും നമ്മളൊക്കെ ചോദിക്കാറുണ്ട്, ഈ വീട്ടിൽ നിനക്കെന്താണ് പണി എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മോടൊപ്പമുള്ളവരെ പറ്റി ചിന്തിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അവരുടെ ജീവിത സാഹചര്യം എന്ത് എന്ന് ചിന്തിക്കുവാൻ, അവർ അനുഭവിക്കുന്ന ജീവിത വ്യഥ, അവരുടെ ശാരീരികമായ പ്രശ്നങ്ങളെ പറ്റി ചിന്തിക്കുവാൻ നമുക്കൊക്കെ കഴിയുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് അനിവാര്യമാണ്. വീട്ടിന്റെ ഉള്ളിൽ ശാരീരികമായ വയ്യായ്മ ഉണ്ട് എങ്കിലും ഓടി നടന്ന് വീട്ടുകാര്യം നോക്കുന്ന അമ്മയെയോ ഭാര്യയെയോ പറ്റി ചിന്തിക്കുന്ന ഒരു പുരുഷൻ, ഒരു മകൻ വീട്ടിലുണ്ട് എങ്കിൽ തീർച്ചയായും അമ്മ വഹിക്കുന്ന ആ ഭാരത്തെ പങ്കുവയ്ക്കുവാനായിട്ട് താല്പര്യപ്പെടും. ഭാര്യ വഹിക്കുന്ന ഭാരത്തെ പങ്കുവയ്ക്കുവാനായിട്ട് താല്പര്യപ്പെടുമെന്ന് മനസ്സിലാക്കുക. ആയതിനാൽ ഭാരപ്പെടുന്നവരെ പറ്റി ചിന്തിക്കുവാൻ നമുക്ക് കഴിയണം.